ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങളുടെ ഫേവറേറ്റ് ഊണ് ഷോപ്പ്, അതായത് ഊണ് കിട്ടുന്ന കട, ഞങ്ങളതിനകത്ത് ഒരു ഷോപ്പ് കാണിച്ചു. അത്യാവശ്യം ഫിഷ് ഐറ്റംസ് എല്ലാം ഉള്ള ഒരു ഷോപ്പ് കാണിച്ചു. ഞങ്ങൾ രണ്ടാമതൊരു ഷോപ്പും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു അച്ഛൻ്റെ സ്നേഹം വിളമ്പുന്ന ഒരു കുഞ്ഞു ഊണ് കട. ആ ഊണ് കടയല്ല ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. ഞാൻ സ്നേഹം വിളമ്പുന്നെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ 2 ദിവസം മുന്നേ ഇവിടെ ഫുഡ് ഞാൻ ഇവിടെ കഴിക്കാൻ വന്നപ്പോഴേ എന്നോട് ഇവിടെ ഫുഡ് തീർന്നു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഭക്ഷണം എടുത്തുകൊണ്ട് തരാം, പൈസ ഒന്നും തരണ്ട, മക്കൾ ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഒരു ഷോപ്പിനെ ഞാൻ സ്നേഹം വിളമ്പുന്ന കടയെന്നല്ല പിന്നെ എങ്ങനെ വിശേഷിക്കണം. അപ്പോൾ നമുക്ക് ആ ഊണ് കടയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. നിങ്ങൾ ഈ കാണുന്ന ഈ കുഞ്ഞു കടയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകും. എനിക്ക് ഇവിടെ വരുമ്പോൾ എത്ര മണിക്ക് വന്നാൽ ഊണ് കിട്ടും എന്നുള്ള ധാരണ എനിക്ക് മുന്നേ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 1:15, 1:20 ആയപ്പോൾ ഞാനിവിടെ എത്തി. നമ്മൾ ഈ കാണുന്ന ഈ പാടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഈ കടയുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. പിന്നെ ഇവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോപ്പിനകത്തോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ അവിടെ ആ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ചേട്ടനൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ജോലിക്കാരൊന്നുമല്ല. പുള്ളിയൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്നവരാണ്. പുള്ളി നമ്മുടെ ഈ അച്ഛൻ്റെ ആ ഒരു സഹകരണം കാരണം നമുക്ക് ഇവിടെ വരുന്നവർ തന്നെയാണ് ഇവിടെ ഒട്ടുമിക്ക പേർക്കും ഇവിടെ സെർവ് ചെയ്ത് കൊടുക്കാറുള്ളതൊക്കെ. കാരണം അച്ഛൻ നമ്മളോട് നിൽക്കുന്ന സ്വന്തം മക്കൾക്ക് ഭക്ഷണം തരുന്ന പോലെ അവർ വീട്ടിൽ അവരുടെ ഒരു കുടുംബാംഗത്തിന് ഭക്ഷണം തരുന്ന പോലെ നമുക്ക് ആ ഭക്ഷണങ്ങൾ കൊണ്ട് തരുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്കൊരു പ്രത്യേക ഇരട്ടി മധുരം ഫീൽ ചെയ്തില്ലേ. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ്, അതായത് ഊണ് കിട്ടുന്നത് ഇലയിലാണ്. സാധാരണ ഇപ്പോൾ മിക്കയിടത്തും അറിയാമല്ലോ, പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇലയിലാണ് ഫുഡ് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് സത്യം പറഞ്ഞാൽ മലയാളി സംബന്ധിച്ചിടത്തോളം ഊണ് ഇലയിൽ കഴിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അതേ നമുക്ക് ചോറ് വിളമ്പി, ചോറിന് ശേഷം നമ്മുടെ തൊടുകറികളൊക്കെ ഒന്നും ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സലാഡ്, പിന്നെ ഒരു ചെറിയ തോരൻ, പിന്നെ പയറിൻ്റെ ഒരു തോരൻ, പിന്നെ ഒരു അച്ചാർ, ഈ 4 ഐറ്റം, പിന്നെ ഒഴിച്ചുകറികൾ 2-3 ഐറ്റംസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ആവശ്യത്തിന് നമുക്ക് വേണ്ട ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞങ്ങൾ അതിൻ്റെ സ്പെഷ്യലായിട്ട് അവിടുത്തെ കക്കാറച്ചിയും പിന്നെ ഒരു വറുത്ത മീനും വാങ്ങി. ഒരുപാട് സ്പെഷ്യലൊന്നും ആഗ്രഹിച്ച് നമ്മൾ ഒരിക്കലും ഇങ്ങോട്ട് വരരുത് കേട്ടോ. പുള്ളിയുടെ കയ്യിൽ കിട്ടുന്ന, അച്ഛൻ്റെ കയ്യിൽ കിട്ടുന്ന എന്താണോ ചെറിയ വിലയ്ക്ക് നമുക്ക് തരാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഒരു 2-3 ഐറ്റം സ്പെഷ്യൽ അവിടെ കാണും. മിക്കപ്പോഴും എന്തായാലും എന്തെങ്കിലും ഒരു വറുത്ത മീനും ഈ കക്കാറച്ചി അവിടെ കാണും, പിന്നെ എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതും കാണും. എന്തായാലും നമുക്കിനി ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊന്നും നമുക്കൊന്ന് ആസ്വദിക്കാം. എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ഇവിടുത്തെ മീൻചാറാണ്. മീൻചാറ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് അച്ചാറിട്ടു, പിന്നെ നമ്മുടെ വറുത്ത മീൻ അയിലയാണുള്ളത്. അയില വെച്ചു, അയിലയും വെച്ചിട്ട് വായിലേക്കൊരു പിടിയെടുത്ത് വെച്ചപ്പോഴുണ്ടല്ലോ, നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഭക്ഷണത്തിൻ്റെ അതേ ഒരു ടേസ്റ്റ്, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞങ്ങളവിടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അവരുടെ ആ മീൻ പൊരിച്ചതും സലാഡും എല്ലാം കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. ഞാൻ റൂട്ടിൽ പോകുമ്പോൾ മിക്കവാറും കഴിക്കാറുള്ളത് ഇവിടെ നിന്നാണ്. ഇതേ പിന്നെ അണ്ണൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇവിടുത്തെ കക്കാറച്ചി തോരൻ ആണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ, പക്ഷേ ഒരു പ്രത്യേക ഫീലാണ്. അതും ചോറും കൂട്ടിയുള്ളൊരു പിടിയുണ്ട്. അതും ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടെന്ന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഒരു തവണയെങ്കിലും നിങ്ങളിവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സമയം നോക്കിയേ, വെറും 1:47 ആയപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഊണ് കഴിഞ്ഞു. 12:30 ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1:47 ആകുമ്പോൾ ഊണ് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇവിടുത്തെ തിരക്കെന്നുള്ളത്. ഇപ്പോൾ ഇലയൊക്കെ തൂത്ത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ദാശമനിയിട്ട നല്ല കിടിലം വെള്ളവും കുടിച്ച് ബയോ ഗ്ലാസ്സിലായിട്ടാണ് തരുന്നത്. അങ്ങനെ നമുക്കൊരു ബയോ അറ്റ്മോസ്ഫിയർ തന്നെ നമുക്കിവിടെ നിന്ന് കിട്ടും. എന്തായാലും നിങ്ങളിവിടെ ഒരു തവണയെങ്കിലും വന്ന് ഇവിടുത്തെ ആ ടേസ്റ്റ് ഒന്ന് അറിയാം. ഇനി നമുക്ക് ഇതെല്ലാം നമുക്ക് തരുന്ന നമ്മുടെ അച്ഛനോടൊന്ന് സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ, സോമൻ എന്ന പേര് കേട്ടാ. സോമൻ ചേട്ടൻ്റെ കടയാണ്. അപ്പം ഞാൻ ഒന്നേ ചോദിക്കുള്ളൂ, ഈ സ്വാദിൻ്റെ രഹസ്യമുണ്ട്? ഇത് സാധാരണ സാധനം തന്നെ, എല്ലാ മാറ്റങ്ങളൊന്നുമില്ല. നമ്മളൊരു ദിവസം എത്ര ഊണ് കൊണ്ടുവരും? 50 ഊണാണ് ഒരു ദിവസം കൊണ്ടുവരുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടല്ലോ, 12:30 സ്റ്റാർട്ട് ചെയ്ത ഊണ് കറക്റ്റ് 1:40 ആയപ്പോൾ ഊണ് തീർന്നു. അത് എന്താണ് ക്വാളിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലാവും. പിന്നെ ഈ വിളമ്പ് എന്നത് സത്യം പറഞ്ഞാൽ ഊണല്ല, സ്നേഹമാണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നിങ്ങളിവിടെ വന്ന് അറിഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, കഴിഞ്ഞ 2 വീഡിയോയിൽ ഞാനാണല്ലോ വോയിസ് ചെയ്യുന്നത്, എന്താണ് ഇവൾ ചെയ്യാത്തത്? അവളുടെ ത്രോട്ട് ഇൻഫെക്ഷനായിട്ടിരിക്കുവാണ്. അതുകൊണ്ട് സംസാരിക്കുന്നതിൽ സ്വല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് 1-2 വീഡിയോ ഞാൻ മാത്രമായിട്ട് വോയിസ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ അവൾ തിരിച്ചു വരും. അപ്പോൾ അത് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ ഷോപ്പ് വരുന്നത്, നമ്മുടെ കട, നമുക്ക് ഈ ഷോപ്പ് എന്ന് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്, ഈ കുഞ്ഞ് കട വരുന്നത്, ഈ സ്നേഹം വിളമ്പുന്ന കട വരുന്നത് നമ്മുടെ ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിലേക്ക് പോകുന്ന വഴിക്ക് റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ നിങ്ങൾ ഉച്ച സമയത്ത് ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇവിടെ കയറുക. പക്ഷേ ഇപ്പോഴും ഞാൻ പറയാം, 1 മണിക്കൂർ ടൈമിലേക്ക് ആ ഊണ് കിട്ടും. ആ സമയത്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ച് ഐറ്റംസ് വളരെ ടേസ്റ്റി ആയിട്ട്, എന്താ പറയണ്ടേ, സ്നേഹം വിളമ്പുന്ന ഒരു അച്ഛൻ്റെ കട. അപ്പോൾ ഇതേപോലുള്ള നല്ല വെറൈറ്റി ഭക്ഷണം കിട്ടുന്ന സ്നേഹം വിളമ്പുന്ന കടകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടെ എത്തിക്കുക. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.